ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ രാവിലെ തുടങ്ങി ഒരു ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് പണികളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, ചെറിയ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റത് കുറച്ച് വൈകിട്ടോ, 7 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റത്. ഞാൻ സാധാരണ 6 മണിക്ക് അലാറം വെച്ചിട്ടാണ് എണീക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ കുഞ്ഞുനാണെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് ചെറിയ ജലദോഷമാണ്, ഒരു മടി പോലെ ആൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും നിർബന്ധിച്ചില്ല, കാര്യം ജലദോഷം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാനും നിർബന്ധിച്ചില്ല. അപ്പോൾ ശ്യാമാണെങ്കിലും തലേദിവസം എന്നോട് പറഞ്ഞത് ചോറ് വേണ്ട, ഓഫീസിലൊരു സ്റ്റാഫിൻ്റെ മോളുടെ കല്യാണം ഉണ്ട്, അപ്പോൾ എന്തായാലും ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും 6 മണിക്ക് എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നു. അങ്ങനെ 7 മണിയായിട്ടോ ഞാൻ എണീറ്റപ്പോൾ. അങ്ങനെ നേരെ എൻ്റെ അടുക്കളയിൽ നിന്ന്, എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബട്ടൂരയാണ് കേട്ടോ. മിക്കപ്പോഴും ഞാൻ ബട്ടൂര ഉണ്ടാക്കാറുണ്ട്. എൻ്റെ മോന് വളരെ ഇഷ്ടപ്പെട്ടാണ്. മോന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ബട്ടൂര, ചണ ബട്ടൂര ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേദിവസം കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളക്കടല നല്ലോണം കഴുകി കുക്കറിൽ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടൂരയുടെ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഇനിയിപ്പോൾ പതിയെ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അത് വേവിക്കാൻ വെച്ചിട്ട് പതിയെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് ആ ജനൽ ഞാൻ തുറന്നിടും. അത് എളുപ്പം അങ്ങ് തുറക്കാൻ പറ്റാത്തൊരു ജനലാട്ടോ, ഭയങ്കര ടൈറ്റാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പൊക്കം വളരെ കുറവായതുകൊണ്ടിട്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഒരിക്കലും ആ ജനൽ തുറക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കുക്കറിൽ ഇതൊക്കെ വേവിക്കാനൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ, സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ശ്യാമും പിള്ളേരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിരുന്നിട്ട് പിന്നെ ഞാൻ അടുത്തത് എന്നും സാധാരണ ചെയ്യുന്നത് നമുക്ക് തുണി വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വാഷിംഗ് മെഷീനിലാണ്, കൈ കൊണ്ട് ഇന്ന് കഴുകാനൊന്നുമില്ല. കൈ കൊണ്ട് ഞാൻ നല്ല ഡ്രസ്സുകളൊക്കെ, അതായത് എൻ്റെ നല്ല ചുരിദാറുകൾ, ശ്യാമിന് പുറത്തിടുന്ന നല്ല ഷർട്ടുകൾ, അതൊന്നും ഞാൻ മെഷീനിലിടില്ല. ഡെയിലി ഓഫീസിലിടുന്ന ഇതൊക്കെ ഞാൻ മെഷീനിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമുക്ക് വെള്ളത്തിന് വളരെ ക്ഷാമമാണ്. വെള്ളം നമ്മളുടെ ഇഷ്ടത്തിന് ഇവിടെ അടിക്കാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെൻ്റ് ഒരു ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 2 നേരം വെള്ളം അടിക്കും. രാവിലെയും വൈകുന്നേരം അവർ തന്നെ അടിക്കുന്നതാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് വേണം അലക്കും എല്ലാം ചെയ്യണതിന്. അപ്പോൾ ഞാൻ അതുമൊക്കെ മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ട് ബട്ടൂരയ്ക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി കേട്ടോ. നമ്മൾ ചപ്പാത്തി പരുവത്തിൽ ആണെങ്കിലും കുറച്ചുകൂടി ലൂസായിട്ടാണ് കേട്ടോ ഈ ബട്ടൂരയ്ക്ക് മാവ് കുഴയ്ക്കുന്നത്. അതിലെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു ബട്ടൂരയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നായിരുന്നു. അതിൽ സാധാരണ നമ്മൾ ബട്ടൂരയ്ക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഞാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ, പാൽ ചായ. പിന്നെ ശ്യാമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചായ കുടിക്കും. അപ്പോൾ ചായ വേണം എന്നുണ്ടെങ്കിൽ എന്നോട് പറയും, ഒരു ഗ്ലാസ് കട്ടൻ ചായ എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചായ വെച്ച് കൊടുക്കും. അല്ലാണ്ട് പുള്ളിക്ക് അങ്ങനെ ചായ നിർബന്ധമില്ല. പിന്നെ മക്കൾക്ക് 2 പേർക്കും ഞാൻ ചായ കൊടുക്കാറില്ല. അങ്ങനെ എനിക്ക് പിന്നെ പണ്ട് തുടങ്ങിയുള്ളൊരു ശീലമാണ്. എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങി എൻ്റെ വീട്ടിൽ രാവിലെ തന്നെ പാൽ ചായ കുടിച്ചാൽ ശീലിച്ചു. ഞാനത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു 10, 10:30, 11 മണിയോടുകൂടി നല്ല തലവേദന തുടങ്ങും. അപ്പോൾ ആ ഒരു തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടങ്ങാതെ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ചായയൊക്കെ കുടിച്ച് വ്ളോഗൊക്കെ എടുത്തിരുന്നോ, ഞാൻ 9 മണിയാകുമ്പോൾ പോകട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ശരിയായാലും ഇല്ലെങ്കിലും ഞാൻ ഇറങ്ങുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം ബ്രേക്ക്ഫാസ്റ്റ് അതിന് മുന്നേ ശരിയാക്കണം എന്ന് ആൾ പറഞ്ഞതാണത്. ചിരിച്ചുകൊണ്ടാണെങ്കിലും ആളത് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ പിന്നെ ഞാൻ കൂടുതലായിട്ട് കറികൾ റെഡിയാക്കണ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. കാര്യം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇതാകുമല്ലോ. അപ്പോൾ ഞാൻ ശ്യാമിനുള്ളതൊക്കെ വേഗം തന്നെ ശരിയാക്കി കൊടുത്തു കേട്ടോ. 9 മണിക്ക് ശ്യാമിന് ഇറങ്ങണം, 9:30 ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ബട്ടൂരയും അതുപോലെ തന്നെ നമ്മളുടെ കടലക്കറിയും ഞാൻ വേഗം തന്നെ റെഡിയാക്കിയിട്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ എപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നില്ലാത്ത ഒരു സമയങ്ങളിൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചിരുന്ന് ആ ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. മടി പിടിച്ച് ക്ലാസ്സിലും കൂടി പോവാണ്ട് കിടക്കണേണ്. എണീക്ക്. അസുഖമൊന്നുമില്ല. എന്നിട്ട് രാവിലെ വെളുപ്പിനെ ആകുമ്പോഴത്തേനും കുഞ്ഞിന് ഭയങ്കര അസുഖവും ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് അല്ലേ കുഞ്ഞു? എണീക്കടി പ്രാന്തി. ശ്യാം ഇങ്ങനെ പുന്നാരിപ്പിച്ചോട്ടാ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. എന്നിട്ട് പുന്നാരിപ്പിച്ച് ഇങ്ങനെ ആക്കി വെച്ച്. ഇന്നിപ്പോൾ ക്ലാസ്സിൽ പോകാണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നുള്ള യാത്ര പറച്ചിലാണ് കുഞ്ഞും അച്ഛനും. ഓക്കെ, ബൈ.
എങ്ങനെയുണ്ട്? ആ ചാണയല്ലേ? ആ ഒരു കുറച്ച് ചാറ് ഇച്ചിരി കൂടുതൽ അങ്ങനത്തെ രീതിയാണോ? അച്ഛൻ പറഞ്ഞിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ഒരു സാധാരണ വെക്കുന്ന അത്രയും ചണ മസാല വന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ബട്ടൂര നല്ലതാണല്ലേ, ടേസ്റ്റ് അല്ലേ? ചണ എനിക്ക് തോന്നണതേ ഇന്നിപ്പോൾ അച്ഛന് പോകാനുള്ള ആ ഒരു തിരക്കിൽ അമ്മ ചണ വേഗം, നമ്മൾ എണീറ്റതും ലേറ്റ് ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ്. അത്രയും എനിക്ക് കുറച്ച് ആ തിക്ക് ഗ്രേവി ആക്കാൻ പറ്റിയില്ല ചണക്ക്, എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഞാൻ കഴിച്ചിട്ടില്ല എന്തായാലും, അപ്പോൾ ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇനി ഞാനൊന്ന് കഴിക്കട്ടെ. കണ്ണൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ്. കുഞ്ഞു അപ്പോൾ ഓക്കെ, കുഞ്ഞു കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്യാമും എന്നോട് അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ കൊള്ളാമെന്ന് പറയുമെങ്കിലും കറക്റ്റായിട്ട് തന്നെ എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം നല്ലോണം വെക്കാം കേട്ടോ. ഞാൻ എന്നാൽ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്യാമ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. സാധാരണ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഫോണിൽ അത്യാവശ്യം യൂട്യൂബ് കാര്യങ്ങളൊക്കെ കാണും, എല്ലാവരുടെയും കമൻസിന് റിപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനലിൽ പോയിട്ട് അവരുടെ വീഡിയോസ് കണ്ട് കമൻറ്റ് ഇടുക, ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ അപ്പോഴാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ചായ കുടിച്ച് ആ ഒരു ടേബിളൊക്കെ ഒന്ന് വൃത്തികേടായിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ ഇടുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ, എനിക്കങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയത് അഴയെന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. അപ്പോൾ ഇന്ന് കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ ഹെൽപ്പ് കൂടി കൊണ്ടേ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെയും കൂടി അതിൽ ഒന്ന് ഇതാക്കി കേട്ടോ. വെറുതെ ഇരിക്കണ്ടല്ലോ, കൊച്ചുങ്ങളെ കൊണ്ട് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. കൂടുതലായിട്ട് എനിക്കങ്ങനെ വലിയ പണികളൊന്നുമില്ല കേട്ടോ വീട്ടിൽ. വളരെ ചെറിയ ഇതുപോലെയുള്ള കുഞ്ഞു പണികളൊക്കെ ഉള്ളൂ എനിക്ക്. അധികം കൂടുതലും എനിക്ക് ഫ്രീ ടൈം കിട്ടാറുണ്ട് കേട്ടോ വീട്ടിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അകത്തുള്ള വളരെ കുറച്ച് പണികളേ ഉള്ളൂ. അപ്പോൾ അതിന് ചായ കുടിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയിട്ട് അവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ ഉച്ചക്കത്തേക്കാണെങ്കിൽ ഇന്ന് സാധാരണ രാവിലെ തന്നെ ഞാൻ ചോറും കറിയും വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ശ്യാമിന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മൾ ചോറ് ഇത്തിരി പതിയെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയാണെന്നുണ്ടെങ്കിലും ഇന്ന് കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മീൻ കറി ഉണ്ട്, തലേ ദിവസത്തെ മീൻ കറി ഉണ്ട്, അതുപോലെ തന്നെ മീൻ വറുത്തതും ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വൈകുന്നേരം ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. ഇനി അതല്ല, ഇനി ശ്യാം വൈകിട്ട് എന്തെങ്കിലും മീൻ വാങ്ങിയിട്ട് വരികയാണെങ്കിൽ അന്നേരം വെച്ചാൽ മതിയല്ലോ കറി. അപ്പോൾ ഉച്ചക്കത്തൊക്കെ ഉള്ളതുണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. ഇനി സാധാരണ ദിവസങ്ങളിലൊക്കെ പച്ചക്കറി എന്തെങ്കിലും ശ്യാമിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ രാവിലെ തന്നെ ശരിയാക്കും, അത് തന്നെ ഉച്ചയ്ക്കൊന്ന് ഉണ്ടാവും. അങ്ങനെ എനിക്ക് വലിയ പണികളൊന്നും എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറെ എനിക്ക് തുണി കുറച്ച് നമ്മൾ രാവിലെ തന്നെ മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വിരിച്ചിടണം എന്നുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ മഴ വന്നാലും നമുക്ക് പേടിച്ചയ്യോ തുണി എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. ആ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ വിരിച്ചിടുന്നത്. പിന്നെ വീടുമൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. ഞാൻ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒരു പണിയില്ല. ഒരു 6 മണി വരെ ഞാൻ ഫ്രീ ആണ്. പിന്നെ 6 മണിക്കുള്ള ആ പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. എന്തായാലും ടാറ്റാ ബൈ ബൈ.